കേന്ദ്ര വനം മന്ത്രി വയനാട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ ഇന്ന് അവലോകന യോഗത്തിൽ ചേരുകയാണ്. മിനിസ്റ്റർ പോകുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ വിവരങ്ങൾ. കേന്ദ്ര വനം വകുപ്പ് മന്ത്രി വന്ന കാര്യം നമ്മളെല്ലാവരും അറിയുന്ന കാര്യമാണല്ലോ. അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചതായിട്ടും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവലോകന യോഗം ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് വിവരം അറിയിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രിമാരുണ്ടായിരിക്കണമെന്ന ഒരു ധാരണ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നപ്പോഴും ഉദ്യോഗസ്ഥന്മാരെയാണ് വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തിട്ടുള്ളത്. കാരണം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ആയിരിക്കും. അത് നല്ല കാര്യമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് നല്ല കാര്യമാണല്ലോ. കാരണം ആത്യന്തികമായി കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണല്ലോ. അത് നല്ല കാര്യമാണ്. മിനിസ്റ്ററുമായിട്ട് എന്തെങ്കിലും കൂടിക്കാഴ്ച ഉണ്ടോ? ഇല്ല, അങ്ങനൊരു നിർദ്ദേശം വന്നിട്ടില്ല. വയനാടിന്റെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വെക്കാനുള്ള ഒരു സുവർണാവസരമല്ലേ ഇത്? അത്തരത്തിലൊരു സാഹചര്യത്തിൽ അല്ല, കേന്ദ്രമന്ത്രിമാർ വരുന്നത് സന്ദർശനാർത്ഥമാണ്. ഔദ്യോഗികമായ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നതല്ല. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. കേന്ദ്രമന്ത്രി വരുമ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാകണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചയല്ല. അതേ മന്ത്രിതല ചർച്ച ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഉദ്ദേശിച്ചതായിട്ട് അങ്ങനെ ഒരു സന്ദേശമൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. സംസ്ഥാനവുമായിട്ടൊരു ചർച്ചയ്ക്ക് കേന്ദ്രം താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. അല്ല, അങ്ങനെ ഇതൊരു ഔദ്യോഗിക പരിപാടി, എന്നാൽ അർദ്ധ പരിപാടിയാണല്ലോ. മന്ത്രിമാർ വരുമ്പോൾ അതെല്ലാം ഔദ്യോഗിക പരിപാടിയാണ്. എന്നാൽ അദ്ദേഹം വയനാട്ടിലെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കാൻ വന്നതാണല്ലോ. അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെപ്പറ്റി നമ്മൾ വ്യാഖ്യാനമൊന്നും കൊടുക്കേണ്ടതില്ല. അല്ല, ഇനി അദ്ദേഹം ചുമതലയേറ്റ് കഴിഞ്ഞു. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇന്നിപ്പം കേന്ദ്രമന്ത്രി സ്ഥലത്ത് യോഗമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊന്നും പ്രത്യേകിച്ച് ഇന്ന് ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം ഇതുമാതിരി ചർച്ചകൾ നടത്തി ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള കാര്യത്തിൽ അതിന് അവിടെ പ്രധാനമായും നമ്മൾ ഇങ്ങനെ ഒരു ഓഫീസറെ വെക്കാൻ കാരണം 3 ഡിവിഷനുകളായി പ്രവർത്തിക്കുന്ന കോർഡിനേഷനാണ്. അപ്പോൾ പരസ്പരം കൂടിയാലോചിച്ച് ഓരോ ദിവസത്തെയും ഓപ്പറേഷനും ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, കാരണം കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള പണം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ എന്ന കാര്യങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അദ്ദേഹം പ്രവർത്തനം നടത്തും. മിനിസ്റ്റർ, ഈ മിഷനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിരുന്നുവല്ലോ. അത് തയ്യാറാക്കിയോ? എന്താണ് നിലവിലൊരു സ്റ്റാറ്റസ്? അല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഒരു കോർഡിനേഷൻ വേണം തന്നെയാണ്. 3 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ വേണമെന്നാണ്. സംസ്ഥാനം അതിനു മുമ്പ് തന്നെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും അതിൻ്റെ ആദ്യത്തെ യോഗം 16-ാം തീയതി കൂടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞ കാര്യങ്ങൾ ഇത് കോടതിയെ ബോധ്യപ്പെടുത്തും. കൂടുതൽ എന്തെങ്കിലും ചെയ്യേണ്ടതെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാം. ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഒഴിവാക്കണമെന്നാണല്ലോ കോടതി നിർദ്ദേശിച്ചത്. എന്താണ് സർക്കാരിന്റെ വിലയിരുത്തൽ? അങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടോ? അല്ല, നമ്മൾ 3 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രശ്നമായതുകൊണ്ട് അതാത് ഗവൺമെൻറ്റുകൾ ഇങ്ങനെ കൂടിയാലോചിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഗുണകരമായിരിക്കുമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കോർഡിനേഷൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ തമ്മിലൊരു കോർഡിനേഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തമ്മിൽ പൊരുത്തക്കേടൊന്നുമില്ല. ഇനിയിപ്പോൾ അത് കൂടുതൽ കുറച്ചും കൂടി ഇപ്പോൾ ഉള്ളത് പോരാ, കുറച്ചും കൂടി ഫലപ്രദമാക്കണം എന്നാണ് കോടതിയുടെ അഭിപ്രായമെങ്കിൽ കോടതിയുടെ അഭിപ്രായം പരിഗണിച്ചിട്ട് കാര്യങ്ങൾ നീക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കാനുണ്ടെന്ന് തോന്നുന്നില്ല.